ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു 6 നമ്പറിൻ്റെ റെസിപ്പിയാണ്. ബേക്കറി സ്റ്റൈലിൽ നമുക്കിത് വീട്ടിൽ തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി സ്നാക്കാണിത്. ഈ സ്നാക്ക് മൈദമാവിലും ഗോതമ്പ് പൊടിയിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഞാനിവിടെ മൈദമാവിലാണിത് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. 1 കപ്പ് മൈദമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ കരിഞ്ജീരകവും കറുത്ത ജീരകവും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്ക്ക് പകരം ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇത് എല്ലാം കൂടെ നന്നായി ചേരുവകളെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമെങ്കിൽ മാത്രം ഒരു കളറിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ മാവ് തയ്യാറാക്കുന്ന പോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി അതിൻ്റെ പാകത്തിനൊന്ന് കുഴച്ചെടുക്കാം. ഇനി കുഴച്ചെടുത്ത മാവിൽ നമുക്ക് 2 പാർട്ടാക്കിയൊന്ന് തിരിച്ച് വെക്കാം. അതിനുശേഷം അതിൽ നിന്നും ഒരു ബോളെടുത്ത് കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി വിതറിയതിന് ശേഷം ഇത് നന്നായി നൈസായി പരത്തിയെടുക്കണം. ഒട്ടിപ്പിടിക്കുന്നതിന് കുറച്ച് മൈദപ്പൊടി ഇങ്ങനെ തൂവി കൊടുത്താൽ മതി. നല്ല നൈസായിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ. നൈസായി പരത്തിയതിന് ശേഷം ഇതുപോലെ കത്തി കൊണ്ട് ചെറിയ പീസസ് ആക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാതും കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ചൂടായ ഓയിലിലേക്ക് ഇട്ടിത് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെച്ച് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് നമുക്കത് ഫ്രൈ ആയി കിട്ടും. നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണിത്. ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ലെങ്കിൽ പോലും നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാതും ഫ്രൈ ചെയ്തെടുക്കാം. അധികം ഓയിലൊന്നും കുടിക്കാത്ത നല്ലൊരു സ്നാക്കാണ് കേട്ടോ ഇത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണിത്. ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റിയാണ്. ഇനി നമുക്കിത് ഷുഗർ സിറപ്പിലോട്ടിട്ട് നല്ല സ്വീറ്റ് സ്നാക്കാക്കി മാറ്റാം. അതിനായി 1/2 കപ്പ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് മൈദയിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. അതിനുശേഷം ഈ പഞ്ചസാര ഒന്ന് അലിയത്തക്ക രീതിയിലുള്ള വെള്ളം, കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എന്നാലേ നമുക്ക് ഷുഗർ സിറപ്പ് പെട്ടെന്ന് റെഡിയായി കിട്ടുകയുള്ളൂ. ഒറ്റനൂൽ പരുവത്തിൽ വേണം നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കിയെടുക്കാൻ. ഒറ്റനൂൽ പരുവത്തിലായി ഷുഗർ സിറപ്പ് റെഡിയായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒറ്റനൂൽ പരുവത്തിലായതിനു ശേഷം അതിലേക്ക് ഒരു 1/2 മുറി നാരങ്ങ നീര് കൂടെ പിഴിഞ്ഞെടുക്കാം. ചെറിയൊരു പുളിപ്പും കിട്ടും. പഞ്ചസാര പാനി കട്ട പിടിച്ച് പോവുകയുമില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മൈദമാവ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ 6 നമ്പർ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പുറം ഭാഗം നല്ല വെള്ള കളറിലായിരിക്കും നമുക്ക് കിട്ടുക. അതുപോലെ ആവാൻ വേണ്ടിയിട്ടാണ് ഈ മൈദമാവ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ പഞ്ചസാര നന്നായി കോട്ട് ചെയ്ത് 6 നമ്പർ നന്നായി പിടിച്ചിട്ടും. ഇനി നമുക്ക് ഈ പാനിയിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന 6 നമ്പർ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ചൂടാറാൻ വേണ്ടി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ 6 നമ്പറൊക്കെ നന്നായി ചൂടാറി പഞ്ചസാര പാനിയൊക്കെ അതിൽ നല്ലവണ്ണം പിടിച്ച് ഡ്രൈ ആയിട്ടുണ്ട്. നമ്മൾ ബേക്കറിയിൽ നിന്നും വാങ്ങുന്ന 6 നമ്പർ പോലെ നല്ല പുറംഭാഗമൊക്കെ നല്ല വെള്ള കളറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.